ഹലോ, നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെമറ്റോളജിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള 5 വേർഡ്സിനെ പറ്റിയിട്ടായിരുന്നു, ബ്ലഡ് കമ്പോണൻസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് എ ഹെമറ്റോളജി നേഴ്സ് ഞാൻ ഡെയിലി ഒരുപാട് ടേംസ് കേൾക്കാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും 3 ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കീമിയാണ്. ലുക്കീമിയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ വിചാരിക്കുന്നത് ലുക്കീമിയ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ലുക്കീമിയ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബ്ലഡ് ക്യാൻസർ മാത്രമാണ്. സോ ലുക്കീമിയ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫോമിങ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ബോൺ മാരോയിലാണ് ഈ ബ്ലഡ് ഫോമിങ് സെൽസ് ഉള്ളത്. നമ്മളിപ്പം ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ബ്ലഡ് കമ്പോണൻസ് ആയിട്ടുള്ള WBC, RBC ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് വേണ്ടത്? ബ്ലഡ് ഫോമിങ് സെൽസ് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കോശങ്ങൾ അത് ഉള്ളത് ബോൺ മാരോയിലാണുള്ളത്. അപ്പോൾ ഈ ബ്ലഡ് ഫോമിങ് സെൽസിനുണ്ടാകുന്ന ഒരു ടൈപ്പ് ക്യാൻസർ, ആ കോശങ്ങൾ അല്ലെങ്കിൽ ആ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറാണ് ശരിക്കും പറഞ്ഞാൽ ലുക്കീമിയ. ഇങ്ങനെ ഉണ്ടാകുന്നത് മൂലം ഇത് ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള WBCസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള WBCs ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അതിന് പ്രത്യേകിച്ച് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ധർമ്മം നിർവഹിക്കാൻ പറ്റില്ല. സോ അതാണ് ലുക്കീമിയ. ഇനി രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഫോമയാണ്. ലിംഫ് നോഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറാണ് ലിംഫോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനി എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ കക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ നമുക്ക് ചെറിയൊരു തടുപ്പ് വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ലിംഫ് നോഡ്സിന് ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. അപ്പം അങ്ങനെയുള്ള ആ ലിംഫ് നോഡ്സിലുള്ള സെൽസ് അഥവാ കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ക്യാൻസർ, അതാണ് ലിംഫോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. ഇനി മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലോമയാണ് അഥവാ പ്ലാസ്മ സെൽ ക്യാൻസർ. ഇതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ബോൺമാരോ അഥവാ മജ്ജയിൽ ഉള്ള ഒരു സെല്ലാണ് പ്ലാസ്മ സെൽ. ഒരു ടൈപ്പ് WBC തന്നെയാണ് പ്ലാസ്മ സെല്ലും. ഇതും നമ്മുടെ ബോഡിയിലെ ഇൻഫെക്ഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൽസാണ്. അപ്പോൾ ഈ പ്ലാസ്മ സെൽസിന് ഉണ്ടാവുന്ന ക്യാൻസറാണ് മൈലോമ. ഈ 3 ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഇനിയും ഉണ്ട്. സോ വളരെ ബേസിക് ആയിട്ട് ഇതാണ് ഈ പ്രധാനപ്പെട്ട ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടേംസ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.